രക്ഷകൻ പാലസ്തീനയുടെ തെരുവേദികളിലും ഗിലിയായുടെ പ്രാന്തപ്രദേശങ്ങളിൽ സൗഖ്യത്തിന്റെയും സന്താനത്തിന്റെയും സുവിശേഷമായി മാറി. രോഗികൾക്ക് സുഖവും അന്ധന് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവരുടെ സ്വാതന്ത്ര്യവും പാപികൾക്ക് മോചനവുമാകുവാൻ കുരിശിലെ ബലിയിലൂടെ നമ്മുടെ രക്ഷകനായി മാറി. രക്ഷകന്റെ സ്പർശനത്താൽ സൗഖ്യത്തിന്റെ അനുഭവം നുകർന്ന ഒരു തത്തന്റെ ജീവിതകഥ കലാകാരന്റെ ഭാവനയിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അതാണ് കുരിശ്. അല്പം തിരക്കിലായിരുന്നു. വിളവെടുപ്പ് കാലമല്ലേ? ശരിയാണല്ലോ, പെസഹായല്ലേ വരുന്നത്. അതെ, ഈ വർഷം വിളവൊക്കെ എങ്ങനെയോ ദൈവകൃപയാൽ എല്ലാം നന്നായി പോകുന്നു. അല്ല, താങ്കൾ തിരക്കിലാണെന്ന് തോന്നുന്നല്ലോ. അത് മറന്നു. കൊട്ടാരത്തിലേക്ക് പുരോഹിതന്മാർക്കും ജനപ്രമാണികൾക്കുമായി കുറെ പീഡകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഓഹോ, താങ്കൾ വീണ്ടും ഉടമ്പടി പണികൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. താങ്കളുടെ കൈകൾ പൂർണ്ണമായി സുഖമായെന്ന് കണ്ടല്ലേ? തീർച്ചയായും ക്ഷമയുണ്ട്. എല്ലാം ഓർക്കുമ്പോൾ ഒരു സ്വപ്നം മറന്നു. തളർന്നു പോയ എന്റെ ഈ കൈകൾ കൊണ്ട് ഇനി ഒരു വിളി പിടിക്കുവാൻ കഴിയുമെന്ന് ഞാൻ കരുതുകയല്ല. സത്യം പറഞ്ഞാൽ ആരും കരുതിയിരുന്നില്ല നിങ്ങൾ വീണ്ടും ഈ സ്ഥിതിയിലായിത്തീരുന്നത്. ഞാൻ ഇന്നും ഓർക്കുന്നു, രാജശില്പിയായ താങ്കളുടെ കഴിവുകളോട് ഇടപിടിക്കത്തക്ക വൈദഗ്ധ്യം പ്രകടിപ്പിച്ച താങ്കളുടെ മകനായ ജോനാസ്. പക്ഷേ സന്തുഷ്ടിയുടെ ആളുകളിൽ അങ്ങനെയൊരു പ്രകൃതി ആരും നിലച്ചില്ല. തകർന്നുപോയ നിങ്ങളുടെ ആ കൈകൾ. ശരിയാണ് ശരിയാണ്, കുളിപിടിക്കാനാകാത്ത വിധം തളർന്നുപോയ എന്റെ ഈ കൈകളുമായി ഞാൻ ആകെ തകർന്നപ്പോൾ മനസ്സിൽ ഒരു പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ മകൻ ജോന. വൈകാതെ ഞാനതറിഞ്ഞു. അവനും ഒറ്റയ്ക്ക് മാത്രം മുന്നേറാനാവില്ല എന്ന്. ഒടുവിൽ അവൻ ഉടമ്പടി പ്രകാരം പണി തീർക്കാനാവാതെ രാജസിംഹത്തിന് വിധേയനായി തടങ്കലിൽ അടയ്ക്കപ്പെട്ടു. അന്ന് നിസ്സഹനായി വിധിയെ പിടിച്ചു നിൽക്കുമ്പോഴായിരുന്നില്ലേ അവൻ വന്നത്? ആ നസ്രായൻ. അതെ, അവൻ, ആ നസ്രായൻ. അവനും ഒരു തച്ചന്റെ മകൻ, എന്റെ ജോനാസിനെ പോലെ. എന്തൊരു തേജസ്സായിരുന്നു ആ മുഖത്ത്, ആ സ്പർശനം, ആ തലോടൽ. സ്വർഗീയ ആനന്ദത്തിന്റെ ആ നിമിഷത്തിൽ എവിടെയോ അതും സംഭവിച്ചു. തളർന്നുപോയ എന്റെ ഈ കൈകൾ സൗഖ്യമായി. ആളുകൾ പറയുന്നത് പോലെ അവിടുന്ന് ദൈവപുത്രൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ
അത്ഭുത പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കും. താങ്കളോ? എന്താണ് നിങ്ങൾ രണ്ടുപേരും കാര്യമായ സമാധാനത്തിലാണ് പോകുന്നത്? ഞങ്ങൾ പഴയ കഥകൾ സംസാരിച്ചിരിക്കുകയായിരുന്നു. ഉടമ്പടി പ്രകാരം പണികളെല്ലാം തീർന്നുവെന്ന് അറിയിച്ചുകൊള്ളൂ. ഞാൻ അത് കൊട്ടാരത്തിലേക്ക് എത്തിച്ചോളാം. ശരി, അതിനു മുമ്പ് മറ്റു ചില ജോലികൾ പോലും. എന്താണെന്ന് മോനിയാസ്? രാജ നിയമപ്രകാരം രാജ്യദ്രോഹക്കുറ്റം ചുമത്തപ്പെട്ട് കിടക്കുന്നവരെ വിചാരണയിലേക്ക് വധിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനാവശ്യമായ കുരിശുകൾ കൂടി വേണം. നമുക്ക് വേണ്ടത് ചെയ്യാം. ഉദ്ദേശം എത്ര പേരുണ്ടായിരിക്കും? പക്ഷേ അത്ര കൃത്യമായി പറയാൻ സാധിക്കുകയില്ല. പക്ഷേ ആദ്യം നടത്തുവരിയിരിക്കുന്നത് ഇപ്പോൾ രഹസ്യമാണെങ്കിലും കൊട്ടാരത്തിൽ പരസ്യമാണ്. കേട്ടോ ബറാബാസ്? ആ പേര് പോലും എനിക്ക് കേൾക്കണ്ട. നീചൻ, വഞ്ചകൻ. ഭർത്താവേ, ആ ദുഷ്ടന്റെ മുഖം എന്റെ മനസ്സിൽ നിന്നും മാറ്റാനാവുന്നില്ലല്ലോ. യേശു തൊട്ട് സുഖമാക്കി ഈ കൈകളുമായി ഒരു പുതിയ ചൈതന്യത്തോടെ കൊട്ടാരത്തിലെത്തി പിഴയടച്ച് വീഴ്ച വരുത്തിയ പണികളെല്ലാം തീർക്കാമെന്ന് ഉറപ്പിച്ച് എന്റെ മകൻ ജോനാസുമായി ഞാൻ വീട്ടിലെത്തിയ ആ ദിവസം, അന്ന് അനുഗ്രഹം കൊണ്ട് മാത്രം. തീർച്ചയായും അപ്പ, ദൈവിക ശക്തിയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. മരിച്ചവരെ പോലും ഉയർപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ആ ദൈവകൃപ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇത്രയും ഒരു വലിയ തുക കിട്ടുന്നത് ഇത് ആദ്യമായിട്ടാണ്. മോനെ, ആ തുക സൂക്ഷിച്ചു വെക്കണം. തീർച്ചയായും മുറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുന്നവൻ, പിന്നെ അധികാരത്തിന്റെയും സമൃദ്ധിയിൽ കഴിയുന്നവരെ കത്തി മുനിയിൽ കോർത്ത് കൊല്ലുന്നവൻ. അതൊന്നും എനിക്കറിയാം പക്കവയൂസ്. പിന്നെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വേറൊരു കാര്യത്തിലാണ്. ബറാബാസ്, നിങ്ങളുടെ ഭീഷണി ഇവിടെ നടക്കില്ല. മടങ്ങിപ്പോകുന്നതാണ് നല്ലത്. ജോനാസ്, നിനക്ക് തെറ്റി. ബറാബാസ് ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അത് സാധിച്ചേ മടങ്ങിയിട്ടുള്ളൂ. പക്കവയൂസ്, നിങ്ങൾ വീണ്ടും സൗഖ്യം പ്രാപിച്ച് കൊട്ടാരത്തിൽ ജോലിക്ക് പോയി തുടങ്ങിയെന്ന് കേട്ടല്ലോ. അത് ശരിയാണ്. തിരുമന സന്തോഷത്തിനായി 100 സ്വർണ്ണ നാണയങ്ങൾ കൂടി സമ്മാനിച്ചു എന്നും കേട്ടല്ലോ. എനിക്ക് തെറ്റില്ല മക്കാരിയോസ്. ആ പണം എനിക്ക് തരൂ. ബറാബാസ്, അങ്ങനെ പറയരുത്. അത് ഞങ്ങൾക്ക് മൊത്തമായിട്ട് സമ്പാദ്യമാണ്. സമ്പാദ്യം ഇനിയും ഉണ്ടാകുമല്ലോ. ജോനാസ്, ആ പണം എനിക്ക് തരൂ. തരില്ല. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ എടുത്തുകൊള്ളാം.
എന്താ മക്കളെ ആകെ പരവശരായിരിക്കുന്നല്ലോ? എന്ത് പറ്റി ഷിമിയോൻ? വിഷമിക്കാൻ ഒന്നുമില്ല നിക്കോദെമസ്. ബറബ്ബാസിന് വധശിക്ഷ വിധിച്ചു എന്ന് കേട്ടപ്പോൾ മക്കൈബസ് പഴയ കാര്യങ്ങൾ ഓർത്തതാണ്. രാജ്യത്തെ മെടുക്കിയ കൊടും ഭീകരൻ ഇന്നും ജീവനോട് കൂടി ഇരിക്കുന്നു. തികച്ചും അപ്രതീക്ഷിതമല്ലേ നിക്കോദെമസ്? ശരിയാണ് ഷിമിയോൻ, ഇനിയും പലതും നടക്കാനിരിക്കുന്നു. രാജസന്നിധിയിൽ നിന്ന് കിട്ടിയ അധികാരം ഉപയോഗിച്ച് ചില ഉപജാപക സംഘങ്ങൾ കൂടാതെ തുടങ്ങിയിരിക്കുന്നു. ആ നസ്രായനെതിരെ. എന്ത്? യേശുവിനെതിരെയോ? അന്നാസും കുറ്റമാണോ? അതെ, ആ അന്നാസും കയ്യാഫാസുമാണ് അതിൽ പ്രധാനികൾ. അല്ല, നിങ്ങളും ആ ഗണത്തിൽപ്പെട്ട ആളല്ലേ? സന്നദ്ധൻ സംഘത്തെ നയിക്കുന്നവരല്ലേ അവർ? ശരിയാണ്, എനിക്കും ആ ഗണത്തിൽ സ്ഥാനമുണ്ട്. പക്ഷെ അവരുടെ ഗൂഢാലോചനകളെ ഞാൻ പങ്കുചേരാറില്ല. ഇത്ര ഭയപ്പെടാൻ എന്ത് സംഭവിച്ചു നിക്കോദെമസ്? പറയാം. ആദ്യമൊക്കെ എനിക്ക് അവരുടെ നീക്കങ്ങളിൽ സംശയമുണ്ടായിരുന്നു. പലപ്പോഴും അവർ യേശുവിനെതിരെ തിരിയുമ്പോൾ ഞാൻ എതിർത്തിരുന്നു. പക്ഷേ ഇന്നലത്തെ സംഭവങ്ങൾ എന്നെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. ഇന്നലെ കയ്യാഫാസിന്റെ ഭവനത്തിൽ ഒരു യോഗം ഉണ്ടായിരുന്നു. ചില അത്യാവശ്യം ഉണ്ടായിരുന്നതിനാൽ സമയത്തെത്താൻ വൈകി. പക്ഷെ അപ്പോഴേക്കും അവരെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. എന്ത്? യേശുവിനെ രാജസന്നിധിയിൽ ഹാജരാക്കുവാൻ, കുറ്റം ചുമത്തി നശിപ്പിക്കാൻ. എന്ത്? യേശുവിനെ നശിപ്പിക്കാനോ? എന്തിന്? അവസാന നാളിലേതുപോലെ ജനങ്ങൾ അവന്റെ പിന്നാലെ പോയാൽ കയ്യാഫാസിന്റെ പദ്ധതികളെല്ലാം പൊളിയും. പിന്നെ ഇന്നലെ അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായി. എന്താണ്? ആ നസ്രായന്റെ ശിഷ്യയിൽ ഒരുവൻ യൂദാസ് ഇസ്കറിയോത്ത ഗുരുവിനെ ഒറ്റപ്പെടുത്താമെന്ന് വാഗ്ദാനം ചെയ്ത് കയ്യാഫാസിന്റെ ഭവനത്തിലെത്തി. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശരിയാണ് മക്കളെ, എന്താണ് സംഭവിക്കുന്നതെന്ന് ഓർത്ത് ഞാൻ ആകുലചിത്തനാണ്. പക്ഷെ ഞാൻ വന്നത് നിങ്ങളെ കൊത്തുപണികളുടെ വിളക്കിന്റെ കാര്യം ചോദിക്കാനാണ്. ക്ഷമിക്കണം നിക്കോദെമസ്, ഈ ആഴ്ച കൂടി ഞാൻ അല്പം തിരക്കിലാണ്. എനിക്ക് ഒരാഴ്ച സമയം കൂടില്ല. ശരി, അങ്ങനെയാവട്ടെ. ഏറ്റവും ഭാരമേറിയ തടിയിൽ അവനുള്ള കുരിശ് ഞാൻ നിർമ്മിക്കും. ആ കുരിശും ചുവന്ന് വേച്ച് വേച്ച് നീ പോകുന്നതും കണ്ട് ഞാൻ പൊട്ടിച്ചിരിക്കും. ഇതാണ് എന്റെ പ്രതികാരം. അവിടുന്ന് പിലാത്തോസിന്റെ അടുക്കൽ നിന്നും ഹെരോദോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. പക്ഷേ ഒരു പരിഹാസ കഥാപാത്രം എന്ന വണ്ണം ശിക്ഷാവധി നടപ്പാക്കാനായി വീണ്ടും പിലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ശിക്ഷാവിധിയോ? അത് എവിടെ എന്ത് തെറ്റാണ് ചെയ്തത്? പാവങ്ങൾക്ക് വേണ്ടി അനീതിക്കെതിരെ സംസാരിച്ചതും രോഗികളെ സുഖപ്പെടുത്തിയതും അഗതികളോട് കരുണ കാട്ടിയതും തെറ്റാണെങ്കിൽ ആ കുറ്റമാണ് അവിടുന്ന് ചെയ്തത്. പക്ഷേ രാജസന്നിധിയിൽ അവിടത്തേക്ക് ആരോപിച്ചത് രാജ്യദ്രോഹ കുറ്റമാണ്. എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. കൊട്ടാരത്തിൽ യേശുവിനെ അവർ തിരുമനസ്സിനും ജനപ്രമാണികളുടെ തീരുമാനത്തിന് വഴങ്ങിയിരുന്നു എന്ന് വെച്ചാൽ അവർ യേശുവിനെ മരണത്തിന് വിധിച്ചു. സ്നേഹിക്കുവാനും പങ്കുവയ്ക്കുവാനും
രക്ഷിക്കാൻ തന്നാലാവുന്നത് അവിടെ ശ്രമിച്ചു. പക്ഷേ ജനങ്ങൾ വിചാരിച്ചയുടെ ഒടുവിൽ അവരുടെ നിർബന്ധത്തിന് അവിടത്തേക്ക് വഴങ്ങേണ്ടി വന്നു. എന്നിട്ടല്ല നമ്മുടെ നാട്ടുകാരും യേശുവിനെ പിടിച്ച തിരുമനസ് തനിക്ക് തന്നെ തലവേദന ശ്രദ്ധിക്കുന്ന മറ്റൊരു എന്താണെന്ന് പറയാൻ യേശുവിന്റെ രക്തത്തോടും സ്ഥിരവും പുരോഹിത പ്രമാണികൾ നിർബന്ധത്തിന് വഴങ്ങി ബറാബാസിന്റെ മോചനത്തിന് കൂടി അവർ ഉത്തരവിട്ടു. എന്ത് ബറാബാസിന്റെ മോചനമോ? എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? അപ്പോൾ അവന് വേണ്ടി പണിത ആ പാരമ്പര്യ കുരിശ് ഇല്ല, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. മനസ്സിലാവുന്നില്ല. ദൈവപുത്രനാണെന്ന് കരുതിയവൻ നിസ്സഹനായി കുരിശും പേറി വരുന്ന കാഴ്ച എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എനിക്കതല്ല